ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യു ആർ വാച്ചിങ് യാക് ഗെയിമിംഗ്. മുത്തോണിന്ന് വേറെ ഒന്നുമല്ല, നമ്മുടെ 7th ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ട് ഫ്രീ ഫയറിൽ കുറേ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വന്ന് കാണാമല്ലോ. നിങ്ങൾ ഒട്ടുമിക്ക പേരും കണ്ടു കാണും ഗൈസ്. ഞാനിപ്പോൾ വീഡിയോ ഇത്രയും താമസിച്ചിടുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്. ഇന്ന് ഞാൻ വേറെ പുറത്തുവരായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ പുറത്ത് പോയിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ താമസിച്ചു, അതുകൊണ്ട് കളിക്കാൻ കയറാൻ താമസിച്ചു, അതുകൊണ്ട് വീഡിയോ ഇടാനും താമസിച്ചു ഗൈസ്. അങ്ങനെ എന്തായാലും അതൊക്കെ വിടും ഗൈസ്. എന്തായാലും മുത്തുമണി നമ്മളതാണ്ട് ഇങ്ങനെ നമ്മൾ ബെർമുഡ മാപ്പിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനും സ്വാഗിയാണ് ഗൈസ്. നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ മാപ്പിൽ ഓരോരുത്തരത്ത് ഇങ്ങനെ 777 എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. അത് സംഭവിച്ച കറക്റ്റ് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും നോക്കണം ഗൈസ്. ഒന്നായിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഗൈസ് അവിടെ ഫ്രണ്ടിൽ ഇതാണ്ട് ഗൈസ് ഒരു സ്ക്വാഡ് മൊത്തം ഇറങ്ങിക്കൊണ്ടിരിക്കണം ഗൈസ്. അതുകൊണ്ട് ഞാൻ അത് ഉദ്ദേശിച്ച് അങ്ങ് മാറ്റി, ഞാൻ എന്തോ വണ്ടി തിരിച്ച് ഗൈസ്. അങ്ങനെ നമുക്ക് എന്തായാലും ഓരോ കാര്യങ്ങളിലോട്ട് പോകാം ഗൈസ്. നമുക്ക് ഇതിൽ ഫൈറ്റ് ആയിരിക്കുമല്ലോ കൂടുതൽ, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. എനിക്ക് ഗൈസ് നമുക്കിവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ ക്ലാഷ് കോഡിലും എല്ലാത്തിലും ഓരോന്ന് വന്ന് ഗൈസ്. എനിക്ക് എല്ലാത്തിൻ്റെ അപ്ഡേഷൻ കാണിക്കാൻ ഗൈസ്. ഞാൻ ഇതിൽ ഇടിച്ച് ഗൈസ്. എനിക്ക് ഫസ്റ്റ് തന്നെ എഡബ്ലിയും കിട്ടി ഗൈസ്. ഞാൻ ആ എഡബ്ലിയും കാര്യങ്ങളെല്ലാം എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും വണ്ടി കയറി പോകുന്ന ഗൈസ്. ഈ സാധനം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു ഗൈസ്. മറ്റേ ഗ്ലൈഡർ വരുന്ന യൂസ് കൊടുത്തു പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഇതാ ചാടി പോണ്ടാ എടാ. പിന്നെ അല്ല ഗൈസ്, ഗ്ലൈഡർ, ഈ ഗ്ലൈഡർ പണ്ട് നമുക്ക് ഓൾഡ് ഫ്രീ ഫയറിൽ ഗ്ലൈഡർ, അത് സത്യം പറഞ്ഞാൽ ഗൈസ് അത് നമുക്കൊരു അനുഭവമായിരുന്നു ഗൈസ്. ഇതിലെത്ര പോരാ ഗൈസ്. ഇത് ചുമ്മാതെ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചിട്ട് അധികാരം ചാടി ഗ്ലൈഡർ തേങ്ങ എന്നെല്ലാം പറഞ്ഞാൽ അതൊന്നും ഒരുത്തല്ല ഗൈസ്. അല്ലാതെ നമുക്ക് താണ്ട ഗൈസ് ഇതിലൊരു പോർട്ടൽ പോലെയാണ് സംഭവം. ഇത് ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ കയറി യൂസാക്കി നാണ്ട 7th ആനിവേഴ്സറിയിലോട്ട് പോകുന്നു ഗൈസ്. മിനി പീക്ക് കാര്യങ്ങളൊക്കെ. അയ്യോ, ഇവിടെ കിടന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഓടി, പിന്നെ അങ്ങ് ഇതായി ഗൈസ്. ഞാൻ പിന്നെ അപ്പുറത്തെ ലെവലിലോട്ട് പോയി ഗൈസ്. ഇവിടെ പാസ്സായപ്പോഴത്തേക്ക് അപ്പുറത്തെ ലെവലിലോട്ട് പോയി. അപ്പുറത്ത് കയറിയപ്പോഴത്തേക്ക് ഗൈസ് ഇത് അവിടെ നിന്നാണ്ട ഗൈസ് ഗ്ലൈഡറിലോട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച് ഇമാരൊക്കെ ഇവിടെ അടിച്ച് കൊല്ലാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഞാൻ എവിടെയും MP40 ഒക്കെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്, പക്ഷേ പറ്റിയില്ല ഗൈസ്. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇമാരൊന്നും അടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ഞാൻ എന്തായാലും അകത്തോട്ട് കയറി പോകാൻ തീരുമാനിച്ചു ഗൈസ്. അങ്ങനെ ഞാൻ ഇമാരൊക്കെ അടിക്കണം വിട്ട് അകത്തേറി പോയപ്പോഴത്തേക്ക് ഗൈസ് നാണ്ട ഇവിടെ ഓരോ തോക്ക് MP40 UMP ഗ്രോസ് ഇതിൻ്റെയൊക്കെ ഓരോ കളക്ഷൻ കഴിച്ചു. ഇതൊരു എക്സിബിഷൻ പോലെയാണെന്ന് തോന്നുന്നു വെപ്പണിൻ്റെ. അവിടെ നിന്ന് ഞാൻ പിന്നെ മടുത്ത് കഴിച്ചു. അവിടെ നിന്ന് ഞാൻ പിന്നെ ഇറങ്ങി പോർട്ടൽ വഴി താണ്ട കഴിച്ചു. വീണ്ടും 7th ആനിവേഴ്സറി കാണിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങി പോയി താണ്ട് വീണ്ടും ഗ്ലൈഡറിൽ ഞാൻ ബെർമുഡ മാപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കഴിച്ചു. അങ്ങനെ ബെർമുഡ മാപ്പിലോട്ട് പോകുന്ന ഇത് സത്യം പറഞ്ഞല്ല കഴിച്ചു. ഇപ്രാവശ്യത്തിൽ ഈ അപ്ഡേഷൻ 7th ആനിവേഴ്സറി ആയിട്ട് വന്ന അപ്ഡേഷനിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പിടിച്ചില്ല കഴിച്ചു. സത്യം പറയല്ല, ഒന്നും പിടിച്ചില്ല. അത് മാത്രമല്ല ഈ വണ്ടിയിലാണ് കഴിച്ച് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണാമല്ലോ മറ്റേ ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞ സംഭവം. അല്ലാതെ മ്യൂസിക്കിൻ്റെയൊക്കെ പാട്ട് കേട്ട് പോകാനും ഓട്ടോ പൈലറ്റ് കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. കാര്യം ഓട്ടോ പൈലറ്റ് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്ക്രീന് മൊത്തം തിരിച്ചിങ്ങനെ നോക്കാൻ പറ്റും. ഈ സൈഡിൽ എനിമിയുണ്ട്, അതാണ് അതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അത് കൊള്ളായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവം കൊള്ളായിരുന്നു ഗൈസ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ വന്നിട്ട് എനിക്ക് അങ്ങനെ വലിയ ഈ തോക്കിൻ്റെ ആട്രിബ്യൂട്ട്സ് മാറ്റി വെക്കാന്നുണ്ടെങ്കിൽ ഗൈസ് പിന്നെ എന്തിനാണ് ഗൈസ് സ്കിൻ എടുക്കുന്നത്? നമ്മൾ ഈ പൈസ കളഞ്ഞ് സ്കിൻ എടുക്കേണ്ടെന്ന് ഒരു ആവശ്യം പോലും ഇല്ല. എനിക്ക് അങ്ങനെയാണ് തോന്നി. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ചുമ്മാതെ ഈ പൈസയും കാര്യങ്ങളെല്ലാം കളഞ്ഞ് നമ്മൾ സ്കിന്ന് കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ആട്രിബ്യൂട്ട്സും ഈ തോക്കിൻ്റെ അടുത്ത് അപ്പുറത്തും എടുത്ത് ഇപ്പുറത്തൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഇതൊന്നായിട്ട് ഒരു ബന്ധവും ഇല്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ അല്ലാതെ ഗ്ലൈഡർ ആ ചാടി യൂസ് കൊടുത്ത് ചാടി വണ്ടേ പോയിട്ട് അവിടെ നിന്ന് ഗ്ലൈഡർ വരുന്നു. അതൊക്കെ എന്തോന്നാ, എന്ത് ദാരിദ്ര്യമാണ്. പണ്ടത്തെ കണക്ക് എവിടെയെങ്കിലും മറ്റേ അങ്ങനെ നമുക്ക് ഗ്ലൈഡർ കിട്ടുമോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമുക്ക് ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ മണ്ടേ കയറി ചാടാനൊക്കെ പറ്റുമോ, അങ്ങനെ ഗ്ലൈഡർ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സൂപ്പറായിരുന്നു. ഇല്ലെന്ന് പറയാനില്ല. ഇതെന്നതാണ്, ഇതൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേസ്. എനിക്ക് ആ വണ്ടിയുടെ ഓട്ടോ പൈലറ്റ് സംഭവം അത് കുറച്ച് കൊള്ളാൻ തോന്നുന്നുണ്ട്. അല്ലാതെ ഈ മിനി പീക്ക് ഇതെന്താണ്ടാ, ഇത് എന്തിൻ്റെ അർത്ഥത്തിലാണ് ഇവർ ഇങ്ങനെ ഒരു മിനി പീക്ക് കൊണ്ടുവന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ദൈവത്തിലാണ് ഞാൻ മനസ്സിലാവുന്നത് ഗൈസ്. ഇത് ഈ കണ്ണിക്കണ്ട എല്ലാവരും പീക്കിൻ്റെ മണ്ടേ ചവിട്ടി പോണതല്ലാതെ ഒന്നും കാണാനില്ല ഗൈസ്. അയ്യോ, ഒരു രക്ഷയില്ല. ഇവന്മാരെല്ലാം കൂടെ പീക്കിനെ ചവിട്ടി നാമാവശ്യം ചാക്കണ്. ഉള്ള പീക്കിനൊരു വിലയെങ്കിലും ഉണ്ടായിരുന്നു. അതിനെ അവർ ഇങ്ങനെ കൊണ്ടുവന്ന് നശിപ്പിച്ച് ഇവർ ഗൈസ്. സത്യം പറഞ്ഞാൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആവാം ഗൈസ്. ഇത് ചില അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അലിമ്പാണ് ഗൈസ്. സത്യം പോലെ പറഞ്ഞല്ല. എനിക്ക് ഫ്രീ ഫയർ ഇഷ്ടമാണ് കാര്യങ്ങളെല്ലാം ഇഷ്ടമാണ്. ഫ്രീ ഫയർ ഇപ്പോഴും കളിക്കുന്നുണ്ട്. എനിക്കൊരു മടിയോ കാര്യങ്ങളൊന്നുമില്ല. കൊണ്ടുവരുന്ന അപ്ഡേഷൻ കാര്യങ്ങൾ ചിലതൊക്കെ ഒന്ന് മാറ്റായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഗൈസ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലോട്ടും കൂടെ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അല്ല വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ ഗൈസ് നിങ്ങൾ അല്ലാതെ ഗെയിം പ്ലേയും കൂടെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കാണാം ഗൈസ്. നമ്മുടെ ഫുൾ മാപ്പിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനേക്കാളും നല്ല കണ്ടന്റ് കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. അതുവരെയ്ക്കും എല്ലാവരും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ പറഞ്ഞു നിർത്തുന്നു ഗൈസ്. ഇറ്റ്സ് യാക് ഗെയിമിംഗ്. ടാറ്റ ബൈ ബൈ.